ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാൻസ് ബെഞ്ച്. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു വലിയൊരു പ്ലാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കറൻ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു കോബിൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കണം. അതായത് നമുക്ക് കോബിൾ സ്റ്റോൺ ഞാൻ ഉണ്ടാക്കാൻ പോണ ബിൽഡിന് ഒരുപാട് കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കേവിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള അയേൺ ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ അയേൺ എന്തിനാ വെച്ചാൽ ഹോപ്പർ ഉണ്ടാക്കാനാണ്. അതേപോലെ തന്നെ ഒരു ബക്കറ്റ് ലാവയും വേണം. ഇത് ഞാൻ ജസ്റ്റ് ബേസിൻ്റെ അടിയൊക്കെ ഒഴിച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു സ്ഥലം കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ നേരെ ബേസിലോട്ട് വന്ന് ചെസ്റ്റ് വന്നപ്പോൾ അയൺ ഇങ്കറ്റ് അതിലുണ്ടായിരുന്നു. ഹോപ്പർ ഉണ്ടാക്കാൻ ഇതാ 5 അയണും ഒരു ചെസ്റ്റുമാണ് ആവശ്യം. കയ്യിലുണ്ടായിരുന്ന അയൺ നഗറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അതൊന്ന് ഇങ്കറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ചെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതാ നമുക്ക് ലോഗ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം സ്പ്രൂസ് പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് വേണം ചെസ്റ്റ് ഉണ്ടാക്കാൻ. ഇൻവെൻറ്ററിയിൽ ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് കടന്നിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും, അതായത് ഇപ്പോൾ ആവശ്യമില്ലാത്ത ഐറ്റംസും ഒക്കെ ഞാൻ ചെസ്റ്റ് ആക്കി. എന്നിട്ട് ആ ലോഗ് നമുക്ക് പ്ലാങ്ക് ആക്കിയത് ആ ചെസ്റ്റ് ഞാൻ ഇപ്പോൾ ആദ്യം ഒരു 4 ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് വെച്ചുകൊണ്ട് ഇതാ 1 2 3 ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുകൂടി പോകണം. ഞാൻ ജസ്റ്റ് അയൺ ഒന്നുകൂടി ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം. ചെസ്റ്റിലുണ്ടായിരുന്ന അയൺ കയ്യിലെടുത്തിട്ട് ഇതാ ഞാൻ ഫർണേസിൽ വെച്ചിട്ടുണ്ട്. ഇനി കോബിൾ സ്റ്റോൺ ജനറേറ്റർ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കയ്യിലോട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കോബിൾ സ്റ്റോൺ കയ്യിലെടുത്തു. അയണ് ഇപ്പോൾ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. 5 എണ്ണമായി. നമുക്കൊരു ഹോപ്പറും കൂടി ഉണ്ടാക്കിയാൽ 4 ഹോപ്പറായി. 4 ഹോപ്പർ നമുക്ക് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെസ്റ്റ് വേണം. അപ്പോൾ ഒരു 1 2 8 ചെസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. 8 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറും ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 4 സ്റ്റെയറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലാവ ബക്കറ്റ് ഓൾറെഡി നമ്മൾ താഴത്തുനിന്ന് കളക്ട് ചെയ്തുകൊണ്ട് അത് പിന്നെ ഓരോ പ്രശ്നമല്ല. ഈ ചെസ്റ്റിൽ നിന്ന് ആ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. വെള്ളം പുറത്തുള്ള ഇൻഫിനിറ്റ് സോഴ്സിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫാം ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ ഉണ്ടാക്കുക നല്ലത്. അപ്പോൾ ആ ഏരിയ ഒക്കെ ജസ്റ്റ് ക്ലീൻ ആക്കുന്നുണ്ട്. മറ്റേ ഏരിയയിൽ പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് 2 ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഏരിയ ഒക്കെ ജസ്റ്റ് ഞാൻ ക്ലിയർ ആക്കി. ഇനിയിപ്പോൾ നമുക്ക് ഇത് വെച്ച് തുടങ്ങാം. ആദ്യം തന്നെ ഒരു 4 ചെസ്റ്റ് ഡബിൾ ചെസ്റ്റ് എങ്ങാണ്ട് 1 2 3 4 അങ്ങനെ 4 ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ചുറ്റും കോബിൾ സ്റ്റോൺ ഇങ്ങനെ ഒരു സ്പേസ് ഇട്ടുങ്ങാണ്ട് മൊത്തം അയ്യോ അത് വെക്കണതിന് മുന്നേ ഹോപ്പർ വെക്കണം കേട്ടോ. 1 മിനിറ്റ്. ഇനിയിപ്പോൾ ഇത് മൊത്തം ഒന്ന് പൊട്ടിച്ച് മാറ്റണം. ഇനി ഹോപ്പർ നമ്മൾ ചെസ്റ്റിനായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ 4 അപ്പോൾ എല്ലാ ചെസ്റ്റിനും ഇങ്ങനെ ഓരോന്നായിട്ട് 2 3 4 അങ്ങനെ അത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കോബിൾ സ്റ്റോൺ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ ചുറ്റോറം നമ്മളിങ്ങനെ മൊത്തം വെച്ച് കൊടുക്കുക. ഒരു ലെയർ അല്ല 2 ലെയറായിട്ട് വെക്കണം. കാരണം ഈ 2ാമത്തെ ലെയറിൽ നമുക്ക് ചെസ്റ്റിൻ്റെ മേലെ സ്റ്റെയർസ് വെക്കേണ്ടതാണ്. അപ്പോൾ 2 ലെയർ വെച്ചതിന് ശേഷം സ്റ്റെയർ കയ്യിലെടുത്ത് കണ്ടത് ഓരോ ചെസ്റ്റിൻ്റെ മേലെ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക. 2 3 4 ഇനി ഓരോ സ്റ്റെയറിൻ്റെ മേലെ ഓരോരോ വാട്ടർ ബക്കറ്റായിട്ട് നമുക്ക് വെക്കേണ്ടതുണ്ട്. എൻ്റെ കയ്യിൽ ഒറ്റ ബക്കറ്റുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ 4 വട്ടമായിട്ട് ബേസിലോട്ട് പോയി വെള്ളം എടുത്ത് വീണ്ടും വന്നു വീണ്ടും വെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഫില്ലാക്കിയത്. അതിന് ശേഷം ഒരു ലെയറും കൂടി കോബിൾ സ്റ്റോൺ നമ്മൾ അതിൻ്റെ മേലേക്ക് വെക്കേണ്ടതുണ്ട്. ഇതെന്തിനാ വെച്ചാൽ മേലെ ലാവൻ്റെ ഒരു ബക്കറ്റ് വെക്കാനാണ്. എന്നാലാണ് അടിയത്തെ വാട്ടർ ഇതായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ കോബിൾ സ്റ്റോൺ കഴിഞ്ഞുകൊണ്ട് കോബിൾ സ്റ്റോൺ എടുത്തു. പിന്നെ അതുപോലെ തന്നെ സ്പ്രൂസിൻ്റെ സൈൻ ബോർഡും ആവശ്യമുണ്ട്. അപ്പോൾ ആ മൈനിങ് ഏരിയയിൽ നമുക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതപ്പോൾ ഞാൻ കോബിൾ സ്റ്റോൺ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാവ ബക്കറ്റ് ഇതേപോലെ മേലെ ഒന്ന് വെക്കണം. അപ്പോൾ അത് തന്നെ സ്പ്രെഡാവും. അപ്പോൾ സ്പ്രെഡാകുമ്പോൾ അടിയത്തെ ആ വെള്ളം തന്നെ കണ്ടോ സ്റ്റോണായിട്ട് മാറും. അപ്പോൾ ഈ ഭാഗത്തും കൂടി ആയാലും ഓക്കെ. അതെന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഫാം വർക്ക് ഉണ്ടോ നോക്കുക. അതെയോ ഞാൻ അടിയിലാണ് കുഴിച്ചത്. 1 മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മേലേക്കൊന്ന് കയറണം. അത് അടിഭാഗമായി. ഇനി നമുക്ക് ഈ സെൻട്രൽ ബ്ലോക്ക് ഒന്ന് കുഴിച്ചിങ്ങനെ ഇവിടെ സൈൻ ബോർഡ് വെക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ പേരൊന്ന് വെറുതെ കൊടുത്തിട്ടുണ്ട്. നോക്കുക ഇനി വർക്ക് ഉണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് പിക്കെക്സ് എടുത്തുകൊണ്ട് ഓക്കെ സക്സസ്ഫുള്ളി വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ AFK നിന്നാൽ മതി. അപ്പോൾ നമ്മൾ മറ്റേ ക്ലിക്ക് ബട്ടനെ മറിച്ചുകൊണ്ട് AFK എന്നാൽ മതി. തന്നെ ഇപ്പം തന്നെ 10 ഉണ്ടായി. ആകെ ജസ്റ്റ് നമ്മൾ കുറച്ച് നേരം ആക്കിയിട്ടുള്ളൂ. 10 മറ്റേ ജസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന വലിയ റിവർ ഉണ്ടാവും. ഈ റിവർ നമുക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ റിവറിൻ്റെ മുകളിൽ മൊത്തം ഒന്നിലെ ഡേറ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ കോബിൾ സ്റ്റോൺ അത് വെച്ചിങ്ങാണ്ട് മൊത്തം ക്ലിയർ ആക്കും. ആ ക്ലിയർ ആക്കിയ ഭാഗത്തായിരിക്കും നമ്മളെ മെയിൻ ബേസ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് AFK നിന്നതിൻ്റെ ഷോർട്ടാട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ ബേസ് ഇനി വരും വീഡിയോസിലായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.